ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിൻ അശറാത്തിസ് സാഅതി, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട് തഖ്വീനുൽ അമീനി വഅ്തിമാനുൽ ഖായിനി. തഖ്വീനുൽ അമീൻ വഅ്തിമാനുൽ ഖായിനി, വഞ്ചിക്കുന്ന മനുഷ്യനെ ആളുകൾ വിശ്വസിക്കുകയും നുണ പറയുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കുകയും വഅ്തിമാനുൽ ഖായിനി വതഖ്വീനുൽ അമീൻ, സത്യസന്ധത പറയുന്ന മനുഷ്യനെ നീ പറയുന്നത് നുണയാണെന്ന് ആളുകൾ പറയുകയും. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കഴിയും, പച്ച നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ നടത്താൻ. അവൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ ആ സാധു പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്നാ ഇവള് പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ ആൾക്കാർ. എന്താ ഇവൾക്ക് നാവിന് കുറച്ച് ഉഷാറുണ്ട്. നുണ പറഞ്ഞിട്ട് കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കോടതി വരാന്തകളിൽ നടക്കുന്ന പ്രശ്നമാണ്. അഡ്വക്കേറ്റുമാരുടെ ജോലിയെ കുറിച്ചല്ലേ അഷ്റഫുൽ ഖൽഖി പറയുന്നത്. തഖ്വീനുൽ അമീനി, കേസ് ജയിക്കാൻ വേണ്ടി ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കുകയും ജഡ്ജിക്ക് മുമ്പിൽ സമർത്ഥമായി പച്ച നുണ അവതരിപ്പിക്കുകയും ചെയ്ത് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്താൽ ഏത് കേസും ജയിപ്പിച്ചു തരാം എന്ന് പറയുന്ന വക്കീലുമാർ. എന്താ നിങ്ങളുടെ പക്ഷത്ത് ന്യായമാകട്ടെ അന്യായമാകട്ടെ ജയിപ്പിക്കൽ നമ്മൾ ഏറ്റു. തഖ്വീനുൽ അമീനി വഅ്തിമാനുൽ ഖായിനി, പച്ച നുണ പറയുന്ന മനുഷ്യന്മാരെ കോടതികളും മനുഷ്യരും പത്രക്കാരും വിശ്വസിക്കുകയും തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ, ഇഷ്ടം പോലെ കാശും കൊടുത്താൽ മീഡിയകൾ അത് വിളിച്ചു പറയും. നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെയാണോ? നേരെ ഓപ്പോസിറ്റാ നടന്നത്. മീഡിയകളിലൂടെ നുണകൾ പ്രചരിപ്പിക്കുന്ന കാലമാണ്. മനുഷ്യരത് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. ഖുർആനിന്റെ ഹദീസിലുണ്ടോ എന്നല്ല ചോദിക്കുക, വാട്സപ്പിലുണ്ടല്ലോ. ഒരു ന്യൂസ് ഉണ്ടല്ലോ, വാട്സപ്പിൽ വന്നല്ലോ. എന്ത് വാട്സപ്പ്, എന്ത് ന്യൂസ്? ആരാ ഈ ന്യൂസൊക്കെ വായിച്ചു വിടുന്ന ആൾക്കാര്? അവരെ വിളിച്ച് നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ വയറ് നിറച്ച് ലഞ്ചും ചോറും ഭക്ഷണം കൊടുത്ത് ഒരു ഗിഫ്റ്റും കുറച്ച് പൈസയും കീശിട്ട് കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് അവര് എന്ത് ചെയ്യുള്ളൂ? ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. പൈസക്കാർക്ക് എന്തോ നടക്കും. കോടതി വരാന്തകളിൽ ബാരിസ്റ്റർമാരായി അഡ്വക്കേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ ന്യായവും അന്യായവും നോക്കുന്നതിന് പകരം ഒരു അന്യായത്തെ ന്യായമായി സമർത്ഥിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ തെറ്റുകളെ നുണകളെ സത്യമായി അവതരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും സത്യമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊന്നും ഈ അഡ്വക്കേറ്റ്മാരുടെ ജോലിയൊന്നും ഇല്ലല്ലോ, ബാരിസ്റ്റർ ജോലിയൊന്നും ഇല്ലല്ലോ. അന്ന് ഈ മീഡിയകളുണ്ടോ? പത്രസമ്മേളനം വിളിക്കലുണ്ടോ? നുണ പറഞ്ഞിട്ട് നുണ പറയാ, പച്ച നുണ പറയാ, മനുഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്യാം. ഈ ഹദീസിനെ കുറിച്ച് ആധുനിക ഉലമാ പറയുന്ന ഒരു വിചിത്രമായൊരു വ്യാഖ്യാനമുണ്ട്, അത്ഭുതമുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. നുണ പറയുന്നവരെ വിശ്വസിക്കുക, സത്യം പറയുന്നവരെ വിശ്വസിക്കാതിരിക്കുക. എന്താണെന്നറിയോ? നമ്മുടെ അഭിനയക്കാർ, സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്, അഭിനയിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. ചില സിനിമകൾ നമ്മുടെ സമൂഹം അപ്പടി അങ്ങ് വിശ്വസിക്കും. പടച്ചോനെ, ഓള് മരിച്ചോ, ഇനി പോൾക്ക് എന്താ നാളെ സംഭവിക്കുക? പടച്ചോനെ, ഓളെ പുതിയാപ്പിളോളെ ഒഴിവാക്കോ ഇല്ലേ? സീരിയലിന്റെ ഫുൾ സ്റ്റോപ്പുകൾ. പടച്ചറപ്പേ, ആ അമ്മായിമ്മ അവളെ വെട്ടിക്കൊല്ലോ ഇല്ലേ? സീരിയലുകാർ ഫുൾ സ്റ്റോപ്പ്. ഇത് വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കലാമോ ഖബറിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ പറഞ്ഞിട്ട് ഇളകാത്ത ഖൽബിന്റെ ഉള്ളിൽ നിന്ന് സീരിയലുകാരന്റെ അവസാനത്തെ സമാപ്തം കാണുമ്പോൾ കണ്ണിന്ന് കണ്ണുനീര് വരുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു സിനിമയുടെ സമാപ്തം കാണുമ്പോ, ഒരു കഥയുടെ കൾമിനേഷൻ എത്തിക്കുമ്പോ, ഏതെങ്കിലും ഒരു നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കരയുന്നത്, നിങ്ങളുടെ സെന്റിമെന്റുകൾ പുറത്തു വരുന്നത്, ഇഹ്തിമാനുൽ കാദിബി തഖ്വീനുൽ അമീനി വഇഹ്തിമാനുൽ ഖായിനി, പച്ച നുണ പറയുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നതും നല്ല സത്യം പറയുന്ന ആളുകൾ, പണ്ഡിതന്മാർ, അലിമീങ്ങൾ, അള്ളാഹുവിന്റെ കിതാബ്, പരിശുദ്ധ ഹദീസുകൾ, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.
ഹക്കുകൾ സത്യങ്ങളൊക്കെ മിഥ്യയാണെന്ന് പറയുകയും മിഥ്യവും ഇമാജിനേഷനും മനുഷ്യന്റെ സങ്കല്പങ്ങളും സത്യം പോലെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമകളെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. ഇഅ്തിമാനുൽ ഖായിൻ വതഖ്വീനുൽ അമീൻ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ളുഹൂറു മൗത്തിൽ ഫുജ്അത്തി ഫിന്നാസ്. മനുഷ്യര് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഹാർട്ട് അറ്റാക്കുകൾ പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഈ അറ്റാക്ക് മരണങ്ങളില്ല, പെട്ടെന്നുള്ള മരണം ഇല്ല. ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് മരിച്ചു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് പെട്ടെന്ന് മരിച്ചു, ഉറക്കത്തിൽ മരിച്ചു, ആള് കുഴഞ്ഞു വീണ് മരിച്ചു. എത്രയാണ് പത്രത്തിൽ വരാത്തത് എത്രയാണ്. ളുഹൂറു മൗത്തിൽ ഫുജ്അത്തി ഫിന്നാസ്, പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അവർക്ക് ഖൈറാണ്. മൗത്തുൽ ഫുജ്അത്തി ഖൈറുൽ ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യനത് ഖൈറാണ്. പെട്ടെന്നുള്ള മരണം. എന്തേ? മരണത്തിന്റെ വെപ്രാളങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല, ശാന്തമായിട്ട് അല്ലാഹു കൊണ്ടുപോയി. മുഅ്മിനാൻ, തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്, അല്ലാഹുവിലേക്ക് മടങ്ങിയ ആളാണ്, കാര്യങ്ങളൊക്കെ റാഹത്താണ്. പക്ഷേ അത് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ്. തിന്മ ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് മരിച്ചു, തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ല, എന്തൊരു പ്രയാസാണ്. എന്തായിരിക്കും ആ മരണത്തിൽ? പെട്ടെന്നുള്ള മരണം, മൗത്തുൽ ഫുജ്അ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടിലെ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെയും വലക്കൂട്ടി കൊണ്ടുവന്ന് തന്റെ കാറിന്റെ ഉള്ളിൽ വ്യഭിചരിച്ചിട്ട് കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെച്ചു. വലിയ അറബി ഷെയ്ഖിന്റെ വീട്ടിൽ കാർ പോർച്ച്, ചുമരൊക്കെ മൂടി നിൽക്കുന്ന, ഷട്ടർ താഴ്ത്തുകയും ചെയ്തു. വ്യഭിചരിക്കാൻ വേണ്ടി വണ്ടി പാർക്കിങ്ങിൽ വണ്ടി ഓൺ ചെയ്തു, AC ഓൺ ചെയ്തിട്ട് വ്യഭിചരിക്കാൻ. ഷട്ടർ താഴ്ത്തി, ആരും കാണൂലല്ലോ, പാതിര നേരം. സുബ്ഹാനല്ലാഹ്. പിന്നെ നേരം വെളുത്തിട്ട് ഷട്ടറിന്റെ അടിയിൽ നിന്ന് പുക വരുമ്പോഴാ മനുഷ്യന്മാർ കാണുന്ന. തുറന്നു നോക്കുമ്പോ കാർ പോർച്ച് മുഴുവൻ പുകയാണ്. കാറിന്റെ ഉള്ളിൽ നഗ്നരായി കിടക്കുന്ന 2 മനുഷ്യന്മാർ, അതിലൊന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ. മൗത്തുൽ ഫുജ്അ. തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അദാബാണ്. അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരു അദാബ് നടക്കാൻ പോകുന്നുണ്ടെന്ന്. അവർ വിചാരിച്ചത് ആരും അറിയില്ല. അല്ലാഹു തആല അവരെ പിടികൂടി. അല്ലാഹു പിടികൂടി. കാർബൺ ശ്വസിച്ചിട്ടേ ബോധം വരാതെ കിടക്കുക 2 പേരും. അല്ലാഹുവിന്റെ ശിക്ഷയല്ലേ അത്? മൗത്തുൽ ഫുജ്അ. ഒരു മനുഷ്യൻ തിന്മ ചെയ്തു കഴിഞ്ഞ് അല്ലാഹുവിനോട് പടച്ചവനെ ഒന്ന് പുറത്തു തരണേ എന്ന് ചോദിക്കാൻ അവസരം ലഭിക്കാതെ ഒരാൾ മരിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അദാബാൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ കാണാൻ കഴിയും. പെട്ടെന്നുള്ള മരണങ്ങൾ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറക്കത്തിൽ മരിച്ചു, ഹോസ്പിറ്റലിലേക്ക് പോയതാ, അവിടെ എത്തിയപ്പോൾ മരിച്ചു. എത്രയാണ് കേൾക്കുന്നത്? ആക്സിഡന്റ് മരണം മൗത്തുൽ ഫുജ്അയാണ്, പെട്ടെന്നുള്ള മരണമാണ്. വണ്ടിടിച്ചു മരിച്ചു, പെട്ടെന്നുള്ള മരണം. രോഗിയായി കിടന്ന്, ഒരാശ്വാസത്തിൽ കിടന്ന് രോഗിയായി കിടക്കുമ്പോൾ പടച്ചവനോട് മനസ്സ് തുറക്കും, അല്ലാഹുവേ ഞാൻ ഇപ്പൊ രോഗിയായി കിടക്കുകയാണ് റബ്ബേ, നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല പടച്ചവനെ, എനിക്ക് മാപ്പ് തരണേ അല്ലാ. ഇത് ചോദിക്കാൻ അല്ലാഹുവിനോടൊരു അവസരം പടച്ചതമ്പുരാൻ കൊടുക്കുന്ന നേരമാ രോഗിയായി കിടക്കുന്ന ആൾ. അതുപോലും സംഭവിക്കാതെ ഒരു ആക്സിഡന്റിൽ, ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, ട്രെയിനിന്റെ മുമ്പിൽ പെട്ടുപോകുന്നത്, വാഹനം കൊക്കയിലേക്ക് മറിയുന്നത്, ഹാർട്ട് അറ്റാക്കുകൾ, ഇതൊക്കെ മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങളാണ്. ഇത് ഈ സമൂഹത്തിൽ വർദ്ധിക്കുന്നത്. തഖാറുബുസ് സമാൻ, സമയത്തിൽ ബർക്കത്തില്ലാതിരിക്കുന്നത്, സമയം പെട്ടെന്ന് കടന്നു പോകുന്നതും അതിൽ ബർക്കത്തില്ലാതെ പോകുന്നതും. പെട്ടെന്ന് കഴിഞ്ഞു, പടച്ചോനെ ഇന്ന് നേരം വെളുത്തു, ഇതാ നാളെ മറ്റന്നാ വെള്ളിയാഴ്ച, യാ അല്ലാഹ് എത്ര പെട്ടെന്നാണ് സമയം നടക്കുക. ഇന്നലല്ലേ ഇപ്പൊ ജുമുഅ നിസ്കരിച്ചത്, ഇതാ നാളെ ആയിപ്പോയി. തഖാറുബുസ് സമാനി, സമയം അടുത്തടുത്ത് വരുന്നത്.
ഇതിന് ഉലമാ കൊടുക്കുന്ന വ്യാഖ്യാനം, മനുഷ്യന് വളരെ ദൈർഘ്യമുള്ള പ്രദേശങ്ങൾ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള സമയം കുറച്ചു മാത്രം എടുത്ത് സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി തരുന്നത് തഖാറുബുസ് സമാനി, കാലം അടുത്തു വരുന്ന ലക്ഷണത്തിന്റെ ഭാഗമാണ്. പെട്ടെന്നുള്ള ഹൈസ്പീഡ് വാഹനങ്ങൾ, വിമാനങ്ങൾ, സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ, സ്പേസ് വാഹനങ്ങൾ എല്ലാം, ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങളൊക്കെ അങ്ങനെയല്ലേ. തഖാറുബുസ് സമാൻ, മനുഷ്യന് ഒരുപാട് സമയമെടുത്തിരുന്ന യാത്രകൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സംവിധാനം അള്ളാഹു ഉണ്ടാക്കി തരുന്നത്. സമയത്തെ അടുത്തു കൊണ്ടുവരികയാണ്. തഖാറുബുൽ അസ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്നത്, സൂക്കുകൾ അടുത്തു വരിക. എവിടെ ചെന്നാലും ഷോപ്പിംഗ് മാളുകൾ, എവിടെ ചെന്നാലും ഷോപ്പുകൾ, എവിടെ ചെന്നാലും മാർക്കറ്റുകൾ. തഖാറുബ്, അത് അടുത്തേക്ക് വരിക. ആധുനിക രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഇന്റർനെറ്റ് ഷോപ്പുകൾ, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരിക. 3 ലക്ഷത്തോളം പ്രോഡക്റ്റുകളുള്ള ഇന്റർനെറ്റ് ഷോപ്പുകളുണ്ട്. നെറ്റിൽ നമുക്ക് sook.com ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയാം. ആമസോൺ, പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഓൺലൈൻ ഷോപ്പുകൾ, എത്രയോ ഷോപ്പുകൾ ഓൺലൈൻ. നമ്മുടെ നാട്ടിലെ പച്ചക്കറിക്കാരൻ പച്ചക്കറി സാധനം എന്തോ അവരൊക്കെ എന്തോ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് വിറ്റു. ആളുകളുടെ ഡിമാൻഡ് കൊണ്ട് ആൾക്ക് കൊടുക്കാൻ തികഞ്ഞില്ല. ഓൺലൈൻ ഷോപ്പുകളാണ്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ നിങ്ങളുടെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരുന്ന കാലം. www.soandso.com നിങ്ങളുടെ ഷോപ്പായി. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഷോപ്പുകൾ ഇന്റർനെറ്റിൽ കിടക്കുകയാണ്. നെറ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലുണ്ട്, നിങ്ങളുടെ ഡെസ്ക്ടോപ്പുകളിലുണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പുകളിലുണ്ട്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരിക. തഖാറബ, നിങ്ങൾ അങ്ങോട്ടും അവ ഇങ്ങോട്ടും അടുക്കുക. അപ്പോഴാണ് തഖാറുബ് എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും. തഖാചല എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും യുദ്ധം ചെയ്യുക എന്നാണ്. ഇത് നിങ്ങൾ അങ്ങോട്ടടുത്തു, അവർ നിങ്ങളിലേക്ക് അടുത്തു വന്നു. അതാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വന്നു. ഇന്റർനെറ്റ് ഷോപ്പുകളെ സംബന്ധിച്ചായിരിക്കണം ഈ പ്രയോഗം. വേറെയും അർത്ഥങ്ങളാവാം. അങ്ങാടികൾ അടുത്ത് വരുന്നത്, ഓരോ കവലകളിലും ഷോപ്പിംഗ് മാളുകൾ വരുന്നത്, ഷോപ്പിംഗ് സെന്ററുകൾ വരുന്നത്, ഷോപ്പുകൾ വരുന്നത് അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് അതൊക്കെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖാറുബുൽ അസ്വാഖ്, തഖാറുബുൽ അസ്മാൻ, വിദൂര പ്രദേശങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ യാത്രാ സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി തരുന്നതും, നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങാടികൾ ഇങ്ങോട്ട് കടന്നു വരുന്നതും, ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈൻ പർച്ചേസുകൾ, ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്നത്, വീട്ടുമുറ്റത്തേക്ക് സാധനം ഡെലിവറി ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് അടുത്തു വരുന്നത്, നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.